ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. പൊതുവേ ശാന്തശീലരായിട്ടുള്ള ശാന്ത സ്വഭാവക്കാരായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ കർക്കശമായിട്ടുള്ള സമീപനവും ഷാഢ്യ സ്വഭാവവും ഉള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ പല സമയങ്ങളിലും ഉയർച്ച താഴ്ചകളും തടസ്സങ്ങളും കാണുന്നവരാണ്. തൻ്റെ ദൈനംദിന ജീവിതത്തിൽ വേഗത്തിൽ തന്നെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരണമെന്ന് ചിന്തിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നവരായതുകൊണ്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്ന ഈ പൂയം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. സുഖസ്ഥാനാധിപനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ ഫെബ്രുവരി മാസം 5-ാം തീയതി മുതൽ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും അഷ്ടമഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് ആരോഗ്യ പരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ, യാത്രകളിൽ, ഡ്രൈവിങ്ങിൽ എല്ലാം തന്നെ ഈ ഫെബ്രുവരി മാസത്തിൽ ശ്രദ്ധിക്കണം. കൂടാതെ ധനസന്താനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിലോ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും 2-ാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം. കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. എന്നാലോ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. കർമാധിപതിയായിട്ടുള്ള ചൊവ്വയുടെ അനുകൂല സ്ഥിതിയും നിവൃത്തിനാഥനും 7-ാം ഭാവനാഥനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പൂയം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്. പൊതുവേ ഈ പൂയം നക്ഷത്രക്കാർ ദേവിയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും.